നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. മഴക്കാലത്ത് സജീവമാകുന്ന ധാരാളം വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി ജില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് കുത്തുങ്കൽ. ഒരു മുൻവിധിയുമില്ലാതെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുക, പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു കാഴ്ച ലഭിക്കുക, ഇതിനപ്പുറം ആനന്ദം വേറെന്താണുള്ളത്? മുകളിൽ നിന്നും കുതിച്ചെത്തുന്ന വെള്ളം പാറയിൽ തട്ടി പതഞ്ഞൊഴുകുന്ന ദൃശ്യം എത്ര മനോഹരമാണെന്നറിയുമോ? ശേഷം അതൊരു അരുവിയായി താഴേക്കൊഴുകുകയാണ്. ഈ തണുത്ത വെള്ളത്തിൽ കാൽ നനയ്ക്കുമ്പോൾ അടിമുതൽ മുടിവരെ കുളിരും, അത് തീർച്ച. ഞാനും സുഹൃത്ത് മനാഫും കൂടിയാണ് കുത്തുങ്കലിലേക്ക് പുറപ്പെട്ടത്. ഈ യാത്രയെ മുന്നിൽ നിന്ന് നയിക്കുന്നതും അവൻ തന്നെ. അതായത് എൻ്റെ മുമ്പിൽ നടക്കുന്ന അവനാണെന്ന് ചുരുക്കം. വലിയ ബിൽഡപ്പൊന്നും വേണ്ടല്ലോ. ദൂരെ നിന്നും വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അത് കാണാനുള്ള കൗതുകം ഉള്ളിലൊതുക്കി അവൻ പറന്നു പോകുന്ന കാഴ്ചയാണത്. പുറകെ ഒരു പാവപ്പെട്ടവൻ നടന്നു വരുന്നു എന്ന ബോധം പോലുമില്ല. ആരായാലും അങ്ങനെ ചെയ്യൂ, കാരണം അത്രയ്ക്കുണ്ട് കാഴ്ച. പ്രകൃതി ഒരുക്കി വിസ്മയം എന്ന് പറഞ്ഞാൽ ഇതാണ്. വെള്ളം ആർത്തലച്ച് വരുന്ന ശബ്ദം ദൂരെ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും. ഒരു വിസ്മയ കാഴ്ചയുടെ കാഹളമായി അത് നമുക്ക് തോന്നും. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ നല്ല മഴയുള്ള ഒരു ദിവസം നോക്കിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് ഇറങ്ങുമ്പോൾ മഴയുണ്ടാവരുത് എന്നു മാത്രമായിരുന്നു പ്രാർത്ഥന. ഞങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ആ സമയത്ത് തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. 2 ദിവസം മുമ്പേ മലയാളത്തിലെ ഒരു ന്യൂസ് ചാനലിൽ ഈ വെള്ളച്ചാട്ടത്തിനെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ധൃതി വെച്ച് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. മഴ മാറിയാൽ കാഴ്ചയുടെ ഈ നവ്യാനുഭൂതി നഷ്ടപ്പെടും. ഇനി ഈ യാത്രക്കിടയ്ക്ക് മഴ പെയ്താൽ ഞങ്ങൾ നനയാനും തയ്യാറായിരുന്നു. ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചിട്ടും ഈ വെള്ളച്ചാട്ടം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് അത്ഭുതമായി തോന്നി. നമ്മൾ അറിയാതെയും കേൾക്കാതെയും എന്തോരം കാഴ്ചകളാണ് ഈ നാട്ടിലുള്ളത്. അതിലൊന്നു മാത്രമാണ് ഈ വെള്ളച്ചാട്ടവും. ഇത് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവുമായാണ് ഞാൻ അവിടെ നിന്നത്. ന്യൂസ് കണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് തന്നെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നന്നേ കുറവാണ്. പായൽ പിടിച്ച പാറകളും വഴുക്ക് പിടിച്ച പ്രതലവും താണ്ടി വേണം അവിടെ എത്താൻ. കുട്ടികളെ യാത്രയിൽ കൂടെ കൂട്ടാത്തതാണ് ഉചിതം. നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണെങ്കിൽ അവിടുത്തെ മഴയുടെ അവസ്ഥ കൂടി പരിഗണിച്ച് വേണം യാത്ര പുറപ്പെടാൻ. കാരണം ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് 2 ദിവസം കഴിഞ്ഞ് മറ്റൊരാൾ പോയപ്പോൾ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇത്രയും ഭംഗിയായി അവിടെ നീരൊഴുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മഴയുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല, അത് തീർച്ചയാണ്, ഞാൻ ഗ്യാരണ്ടി. പച്ചയും വെള്ളയും നിറത്തിൽ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം എന്ന പോലെ നമുക്ക് വളരെ മനോഹരമായി ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. പിന്നെ എവിടെ ചെന്നാലും എൻ്റെ തല ഫുൾ ഫിഗർ, അത് മസ്റ്റാണ്. ഇടുക്കി ബഡ്ഡി ഫാൻസിനെ നിരാശരാക്കാതിരിക്കാൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. വീഡിയോയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്നൊരു കരക്കമ്പിയുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാഴ്ചയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ഉറപ്പാണ്. ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, വേറെ വെള്ളച്ചാട്ടം ഇല്ല എന്നല്ല. വെള്ളം കുത്തിയൊലിച്ച പാറയിൽ തട്ടി ഒരു മഞ്ഞുവീഴ്ച പോലെ നമുക്കത് തോന്നും. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത വളരെ മനോഹരമായ കാഴ്ച, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച. എത്ര നേരം വേണമെങ്കിലും അവിടെ സ്വയം മറന്നങ്ങനെ നിൽക്കാൻ കഴിയും. വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന ശബ്ദം ഒരു സംഗീതം പോലെ തോന്നും. കാഴ്ചയുടെ വസന്തം അതിവിടെയാണ്. പോകാമെന്നുള്ള മനാഫിൻ്റെ വിളി കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവസാനമായി കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഞാൻ പകർത്തി, കൂട്ടത്തിൽ എൻ്റെ തല ഫുൾ ഫിഗർ. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് എൻ്റെ പ്രചോദനം. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ചിട്ട് വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണും വരേക്കും ഗുഡ് ബൈ. താങ്ക് യു.